വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഞാൻ രണ്ട് പോസ്റ്റുകളെ പറ്റി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് രണ്ടെണ്ണവും ഓരോരുത്തരെ അയച്ചു തന്നതാണ്. എനിക്ക് അതിൽ ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പൊതുവേ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാത്ത ആളാണ്. എൻ്റെ വഴി എൻ്റെ പാട് എന്നുള്ള രീതിയിൽ നോക്കി പോകുന്നത്. എന്നാലും ഒരു കൗതുകം തോന്നിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റാണിത്. ഇന്ന് ഒരു വലിയ മാറ്റമാണ്. ഒരു കാലഘട്ടത്തിൽ മരണ വാറൻ്റായി കണ്ടിരുന്ന HIV ഇന്ന് കൃത്യമായ ചികിത്സയിൽ നിയന്ത്രിച്ച് നിർത്താവുന്ന ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു പോസ്റ്റ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ചില കമൻറ്റുകൾ ഡ്രസ്സുള്ളതാണ്. ഉള്ളവനോട് ചോദിച്ചാൽ അറിയാം ആ അസുഖം വന്നാലുണ്ടാകുന്ന കഴുപ്പ് പെറ്റ തള്ള സഹിക്കത്തില്ല എന്നാണ് ഒരു കക്ഷി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ രഘുനാഥ് എന്ന് പറയുന്ന പുള്ളി അദ്ദേഹം എന്തോ ഒരു സിദ്ധയോ എന്തോ ഒരു മെഡിസിൻ്റെ തട്ടിക്കൂട്ട് ടീമാണ്. പക്ഷേ പുള്ളിയും പറയുന്നത് ശരിയാണ്, ആരെയും അറിയിക്കാതെ അങ്ങ് പറഞ്ഞു വിടുമ്പോൾ പുള്ളിയുടെയൊക്കെ ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് മറ്റസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി ഒരു പാരമ്പര്യ വൈദ്യനോ അങ്ങനെ എന്തോ സംഭവമാണ്. അന്തകാലത്തൊന്നും പുള്ളിക്ക് വണ്ടി കിട്ടിയിട്ടില്ല, അതാണ് പ്രശ്നം. അതുപോലെ തന്നെ മറ്റൊരു റീല് കാണിച്ചു തരാം. ഗോവയിൽ ചില്ലാക്കാൻ പോയത്, അതിനവിടെ നിന്ന് കുറച്ച് കമ്പനീസൊക്കെ കിട്ടി. രാത്രി അവർ ടുഗദർ ആയിട്ട് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം എനിക്കിപ്പോൾ ഗേൾസ് കാണാനില്ല. ഫുള്ള് പോയി. ചെക്ക് ചെയ്തു അല്ല, റൂമിൽ നോക്കി അവരതൊന്നുമില്ല. വാഷ്റൂം പോയി ഫ്രഷ് ആവാനായിട്ട് പോയതാ. മിററിൽ വെൽക്കം ടു HIV കമ്മ്യൂണിറ്റി ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിച്ചത്. എന്തല്ലേ അവസ്ഥ. അതാണ് ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൽ വന്ന സംഭവമാണ്. ഗോവയിൽ ചില്ലാക്കാൻ പോയതാണ്. രാവിലെ എഴുന്നേറ്റപ്പം കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ മുങ്ങി ചില്ലിയിൽ വെൽക്കം ടു HIV കമ്മ്യൂണിറ്റിന്ന് എഴുതി വെച്ചു. പുള്ളി സിനിമ കണ്ടതിൻ്റെ ഹാങ് ഓവറിൽ പറയുന്ന സംഭവമാണ്. ഇത് വെറും തള്ളു മാത്രമാണ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പായിട്ടും മറ്റാർക്കും അറിയത്തില്ലെങ്കിലും നമ്മളുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം. എന്ത് ചെയ്യണം? പെപ്പ് എടുക്കണം. പെപ്പ് എന്ന് പറയുന്ന മെഡിസിൻ 72 മണിക്കൂറിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ HIV വൈറസ് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് 100% നിർവീര്യമാവും. ആ ഒരു വ്യക്തി HIV അല്ലെങ്കിൽ HIV അഫക്റ്റഡ് ആകത്തേയില്ല. ഇത് 100% പ്രൂവൻ ആയിട്ടുള്ള സയൻസാണ്. അപ്പം ഇതൊന്നും അറിയാതെയാണ് ഇവർ ഈ തള്ളുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം 2016 മുതൽ ആരും ഈ പെപ്പ് എന്നുള്ള വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ മലയാള ചാനലിൽ നമ്മളാണ് ഏറ്റവും ആദ്യം ഇത് പറഞ്ഞു തുടങ്ങി. ആ സമയത്ത് തൊട്ട് നമുക്ക് കിട്ടുന്ന തെറിയാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ ജനകീയമായി മറ്റ് ഡോക്ടേഴ്സൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ആളുകൾക്കും മനസ്സിലാകുന്നുണ്ട്. എന്നാലും ഒരു 95% ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അവരിങ്ങനെ ഈ മുമ്പ് കണ്ട കമൻറ്റ് പോലെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും അവരുടെ ജീവിതാവസാനം വരെ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മളുടെ മലയാളികളുടെ കാഴ്ചപ്പാട് വളരെ ഇടുങ്ങിയാണ്.